പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലാണോ നാം വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ചാണോ നാം പ്രവർത്തിക്കുന്നത്? അതിൻ്റെ ഗൈഡൻസിലാണോ നമ്മൾ ഓരോ കാര്യങ്ങൾ? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായമാണ്. ഈ 13-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത ശൗലിനെയും ബർന്നബാസിനെയും ദൈവവേലയ്ക്കായിട്ട് വേർതിരിക്കുന്ന ഒരു അതിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ വേർതിരിച്ചുകൊണ്ട് ആ ദൈവദാസന്മാരെ ദൈവവേലയ്ക്കായിട്ട് വേർതിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവരെ വേർതിരിച്ച് വേലയ്ക്കായിട്ട് അയക്കുന്ന ഭാഗം തൊട്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത്. ഈ വേദഭാഗത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ പോകുന്ന പൗലോസിനെയും ബർന്നബാസിനെയും നമുക്കതിൽ കാണുവാൻ കഴിയും എന്നുള്ളതാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ 13-ന്റെ 4-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന പൗലോസിനെയും ബർന്നബാസിനെയും നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 13-ന്റെ 4 നമ്മളിപ്പോൾ വായിച്ചതുപോലെ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയക്കുന്നു, പരിശുദ്ധാത്മാവ് അവരെ വിട്ടയക്കുന്നു, പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുന്നു. കംപ്ലീറ്റ്ലി പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ അവർ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 13-ന്റെ 44 നമുക്ക് കാണുവാൻ കഴിയും, യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്നവരെ കാണുമ്പോൾ എപ്പോഴും മറ്റുള്ളവർക്കൊരു അസൂയയാണ്. അവരെ എങ്ങനെ തകർക്കാം, അവരെ എങ്ങനെ താഴ്ത്തിക്കെട്ടാം എന്ന് ആഗ്രഹിച്ചും പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടും ഒരു ശത്രുപക്ഷം എപ്പോഴും കാണും. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ദൈവത്തിൻ്റെ കൺട്രോളിൽ ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ നമ്മൾ എപ്പോഴും സേഫ് ആയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ നാം ഇരിക്കുന്നിടത്തോളം നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തരാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും പ്രശ്നക്കാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഒരു വിഭാഗം എപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിലൊന്നും തളർന്നു പോകേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നതെങ്കിൽ, ദൈവമാണ് നമ്മളെ അയച്ചിരിക്കുന്നതെങ്കിൽ ആ പദ്ധതി ദൈവം ചെയ്യാൻ ശക്തനാണ്. അത് ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. അത് ദൈവം സമയത്ത് ചെയ്തെടുത്തോളും. 13-ന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. അതായത് ആദ്യം നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവ് അവരെ അയച്ചു, പിന്നെ കാണുന്നത് പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ ഒരാൾ യാത്ര ചെയ്യുന്നു. അതുകൂടാതെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നിൽക്കുന്ന ഒരു ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഉറ്റുനോക്കുന്ന ഒരു ശൗൽ. എന്തൊരു ഭാഗ്യമാണല്ലേ! ഫുൾ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ വസിക്കുന്ന ശൗലിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. 13-ന്റെ 43 കാണാം, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ട ശിഷ്യന്മാരെ അവർ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ്? ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ എപ്പോഴും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും അവരെ താഴ്ത്തിക്കെട്ടത്തില്ല, അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്? ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന്, ദൈവകൃപയിൽ വളർന്നു വരുവാനായിട്ട് അവരെ ഉത്സാഹിപ്പിച്ചും കൊണ്ടിരുന്നു. 13-ന്റെ 52 നമുക്ക് വായിക്കാൻ കഴിയും, ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. അവരിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് ശൗലും ബർന്നബാസും ശ്രമിച്ചു. അപ്പോൾ പ്രിയ ദൈവമക്കൾ, നാം ഈ ഭാഗത്തു നിന്നെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ശൗലും ബർന്നബാസും ആ ഒരു അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ സഞ്ചരിക്കുകയും പരിശുദ്ധാത്മ പൂർണ്ണനായി ഉറ്റുനോക്കുകയും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മറ്റുള്ളവരോട് സംസാരിക്കുകയും അവരെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം അവരിലേക്കും ഷെയർ ചെയ്ത് അവരിലും ആ സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും അവരിൽ കണ്ടെത്തുവാൻ, അല്ലെ അവർക്ക് പകർന്നു കൊടുക്കുവാൻ ശൗലിനെ ദൈവം ശൗലിനെ സഹായിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പരിചയപ്പെട്ടിരിക്കുന്ന, അല്ലെ നാം കണ്ടെത്തിയ ആ രക്ഷാമാർഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും വലുതായി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നാം എത്രമാത്രം പരിശുദ്ധാത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നത്തെ ചിന്ത നമുക്കതായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലാണോ നാം വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ചാണോ നാം പ്രവർത്തിക്കുന്നത്? അതിൻ്റെ ഗൈഡൻസിലാണോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മളെ കാണുന്നവർ നമ്മളിലൂടെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവും സന്തോഷവും അനുഭവിക്കുന്നുണ്ടോ? നമ്മളിൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കണം.